വാക്കിന് തന്നെ പറയും, സമ്യക് ആധീയതേ അസ്മിൻ ചിത്തം ഇത് അധ്യാത്മം എന്ന് പറയും. മനസ്സിനെ ആത്മീയതയിൽ, ആത്മാവിൽ തന്നെ ഉറപ്പിക്കുന്നതിനെയാണ് സമാധാനമെന്ന് പറയുക. അല്ലെങ്കിൽ ആത്മചിന്തയിൽ, ആത്മീയ ചിന്തയിൽ മനസ്സിനെ നിരന്തരം നിർത്തുന്നതാണ് യഥാർത്ഥമായ സമാധാനത്തിന് കാരണമായി തീരുന്നത് എന്ന് പറയും. അതുപോലെ വിവേക ചൂടാമണിയിലും ശങ്കരാചാര്യർ പറയുന്നത് സർവദാ സ്ഥാപനം ബുദ്ധേ ശുദ്ധേ ബ്രഹ്മണി സർവദാ സമാധാനമിത്യുക്തം അത് ചിത്തസ്യ ലാളനം എന്നാണ് അവിടെ പറയുന്നത്. സർവദാ എല്ലായ്പ്പോഴും സർവദാ സ്ഥാപനം ബുദ്ധേ, ബുദ്ധിയെ നിരന്തരമായിട്ട് സർവദാ എല്ലായ്പ്പോഴും സ്ഥാപിച്ച് ബ്രഹ്മചിന്തയിൽ, ശുദ്ധേ ബ്രഹ്മണി സർവദാ എല്ലാ പ്രകാരത്തിലും ബ്രഹ്മചിന്തയിൽ അല്ലെങ്കിൽ ഈശ്വരചിന്തയിൽ നിരന്തരം നിലനിർത്തുന്നതാണ് യഥാർത്ഥത്തിലുള്ള സമാധാനം എന്ന് പറയുന്നത്. എത്രത്തോളം നമുക്ക് നമ്മുടെ മനസ്സ് ആത്മചിന്തയിൽ അല്ലെങ്കിൽ ഈശ്വരചിന്തയിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കുമോ അത്രയും ആയിരിക്കും നമുക്ക് സമാധാനം. അവസാനം പറയുന്നത് അതു ചിത്തസ്യ ലാളനം, അല്ലാതെ നമ്മുടെ മനസ്സിനെ ലാളിക്കുക എന്നുള്ളതിലൂടെയല്ല. മനസ്സിനെ ലാളിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. മനസ്സെന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ നൽകി നാം സമാധാനത്തെ നേടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഭൗതികമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിക്കുന്നതിലൂടെ പല പല ആഗ്രഹങ്ങളാണ് നമുക്ക്, പല ഭൗതികമായ സുഖഭോഗ വിഷയങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ധനത്തിന് വേണ്ടി, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി ഒക്കെ തന്നെയും നമ്മുടെ മനസ്സ് കുതിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ആഗ്രഹങ്ങളെയും നിർവഹിക്കുന്നതിലൂടെ സമാധാനം നേടാൻ സാധിക്കുമെന്ന ചിന്തയോടുകൂടി ഓരോ വിഷയങ്ങളെയും നേടുവാൻ വേണ്ടി, ധനത്തെ നേടുവാൻ, പ്രശസ്തിയെ നേടുവാൻ വേണ്ടി, അതുപോലെ അധികാരത്തെ നേടുവാൻ വേണ്ടി നിരന്തരം കുതിച്ചോടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ്. പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നത്? കൂടുതൽ കൂടുതൽ മനസ്സ് സംഘർഷഭരിതമായി തീരുന്നേയുള്ളൂ. ഭൗതികമായി എല്ലാം തന്നെ നേടുന്നു, പക്ഷേ കൂടുതൽ കൂടുതൽ നേടുന്നതിനനുസരിച്ചിട്ട് മനസ്സ് കൂടുതൽ കൂടുതൽ സംഘർഷഭരിതമായി തീരുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഗുരുവായിട്ടുള്ള ശ്രീമാതാമൃതാനന്ദമയി ദേവി അമ്മ ഇപ്പോൾ യൂറോപ്യൻ സന്ദർശനത്തിലാണ്, യൂറോപ്പിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അവിടെ എത്തിച്ചേരുന്ന ജനങ്ങളുടെ വളരെ അഭൂതപൂർവമായ തിരക്കാണ് ഓരോ സ്ഥലങ്ങളിലും. പല സ്ഥലങ്ങളിലും നടന്നു കഴിഞ്ഞു. സ്വിറ്റ്സർലൻഡിലും സ്വീഡൻ, അതുപോലെ ഫിൻലാൻഡ്, സ്പെയിൻ, ഫ്രാൻസ് തുടങ്ങിയ പല രാജ്യങ്ങളിലൂടെയും കടന്നുപോയി. എല്ലാ സ്ഥലത്തും നിയന്ത്രിക്കാനാവാത്ത തിരക്കാണ് അവിടെ ഉണ്ടാകുന്നത്. ഒരു സ്വാമി പറയുകയുണ്ടായി,